നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംവിധായകൻ സനൽകുമാർ ശശിധരനും നടൻ ടോവിനോ തോമസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു വഴക്ക്. സിനിമയുടെ തിയേറ്റർ OTT റിലീസുകളോട് ടോവിനോ തോമസ് വിമുഖത പ്രകടിപ്പിച്ചുവെന്നായിരുന്നു സനൽകുമാറിന്റെ ആരോപണങ്ങൾ. ഇതിനോട് പ്രതികരിച്ച് ടോവിനോയും രംഗത്തെത്തിയിരുന്നു. സിനിമ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാതെ പോകും എന്നതുകൊണ്ടാണ് ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിനോടുള്ള വിമുഖത അറിയിച്ചതെന്നും OTT റിലീസിനായുള്ള ശ്രമങ്ങളിൽ സംവിധായകന്റെ സോഷ്യൽ പ്രൊഫൈൽ തടസ്സമായി വന്നെന്നും ടോവിനോ പറഞ്ഞിരുന്നു. ടോവിനോയുടെ പോയിന്റുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സനൽകുമാർ വീണ്ടും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ പ്രസ്തുത സിനിമയുടെ പ്രിവ്യൂ കോപ്പി ഓൺലൈനായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സനൽകുമാർ ശശിധരൻ. വിമിയോയിൽ അപ്ലോഡ് ചെയ്ത വഴക്കിന്റെ പ്രിവ്യൂ കോപ്പിയുടെ ലിങ്കാണ് ആർക്കും സൗജന്യമായി കാണാവുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സനൽകുമാർ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം ഒരു കുറിപ്പുമുണ്ട്. പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമ. വഴക്ക് കാണണമെന്നുള്ളവർക്ക് കാണാം. എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, സനൽകുമാർ ശശിധരൻ പറഞ്ഞു. വഴക്ക് നിർമ്മിക്കുന്ന സമയത്ത് ടോവിനോ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നുവെന്നും അന്നത് പുറത്തു വന്നിരുന്നെങ്കിൽ തനിക്കെതിരെയുള്ള വിരോധം അയാൾക്കെതിരെ തിരിയുമായിരുന്നെന്നും സനൽകുമാർ നേരത്തെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ ചെറുതായെങ്കിലും അതൊരു കല്ലുകടിയായിരുന്നേനെ. കച്ചവടത്തിന്റെ സമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിന്റെ ലോകത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ.